അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രോമീറ്റർ കോസീസ് കോൺസ്റ്റൻ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സെക്കൻഡ് ഇയറിൽ ചെയ്ത സ്പെക്ട്രോമീറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ചെയ്തത് അതിൻ്റെ അതിൽ കണ്ടിന്യൂഷൻ. അതിന് സോഡിയം വേപ്പർ ലാമ്പ് യൂസ് ചെയ്യുന്നതിന് മെർക്കുറി വേപ്പർ ലാമ്പ് യൂസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ടെലിസ്കോപ്പ് എടുത്ത് വല്ലയിടത്തും കൊണ്ട് ഫോക്കസ് ചെയ്യുക, ഒന്ന് നേരെ വയ്ക്കുക. എന്നിട്ട് കോർഡിനേറ്ററിൻ്റെ സ്ലിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സാധനത്തിന് വെച്ച് ഫോക്കസ് ചെയ്യുക കോർഡിനേറ്ററിൽ. അതിന് ശേഷം അങ്ങനെ ഇരിക്കട്ടെ, ഈ സാധനം നേരേക്ക് വയ്ക്കുക. നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ പ്രിസത്തിൻ്റെ ഒപ്പേക്ക്, അതായത് ബേസ് നേരെ വയ്ക്കുക, അടയ്ക്കുക. എന്നിട്ട് ഇത് ഫേസ് ചെയ്ത് ബി എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന അങ്ങോട്ട് കൊണ്ട് സ്ലിറ്റ് കാണുന്ന അത് സ്ലിറ്റുമ്പോൾ കൊണ്ടുവച്ചു. നമ്മൾ പഴയ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. സ്ലിറ്റ് ഒരു വെള്ള സ്ലിറ്റ് കാണും, അതിൻ്റെ മുകളിൽ കൊണ്ട് ഈ സാധനം ഫോക്കസ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ സാധനം ആ പാട്ട് കംപ്ലീറ്റ് ആയി. എന്നിട്ട് അതിൻ്റെ വെർനിയർ 1ഉം വെർനിയർ 2ഉം റീഡിങ് എടുക്കുക. ടേബിളിൽ സ്ലിറ്റ് ചെയ്യലുള്ള വെർനിയർ 1 വെർനിയർ 2 എന്ന് എഴുതുക. MSR VSR എഴുതുക. എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവരിക. സ്ലിറ്റ് കിട്ടി, അത് MSR VSR ഇവിടെ എഴുതുക. മറ്റേ ആ ഡീറ്റെയിലായിട്ട് വെർനിയർ 1ൻ്റെ വെർനിയർ 2ൻ്റെ. അത് കഴിഞ്ഞ് ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ്. ഈ സാധനം അതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് നേരെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏതാണ്ട് ഒരു ഇതിൻ്റെ ആദ്യം ഒരു ഫേസ് കിട്ടിയ ഒരു ഫേസിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുക. സ്ലിറ്റ് കിട്ടിയ അതിൻ്റെ അവിടെ ഇട്ട് വെച്ചു. നമ്മൾ സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. വച്ചതിന് ശേഷം ഈ സാധനം ഇതിൻ്റെ ബേസ് ഇങ്ങനെയല്ലേ, അത് കോർഡിനേറ്ററിന് പാരലായിട്ട്, ഈ കോർഡിനേറ്ററിൻ്റെ ഇതിന് പാരലായിട്ട് ഈ ബേസ് വന്ന രീതിയിൽ ഏതാണ്ട് ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് തിരിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുപോയി നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് കാണുക. ഇപ്പോൾ വയലറ്റ്, ഒരു ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ഇട്ട് അങ്ങനെ കാണും. അതിൽ നമ്മളിങ്ങനെ കുറച്ച് സെലക്ട് ചെയ്തെടുത്തേക്കണം ഇതെടുക്കുക. അപ്പോൾ വയലറ്റ് ആണെങ്കിൽ വയലറ്റിൻ്റെ മുകളിൽ ക്രോസ് വയർ നേരിട്ട് കാണുന്ന പോലെ കൊണ്ടുവയ്ക്കുക. വയലറ്റ് കളറാണെങ്കിൽ അതിൻ്റെ മുകളിൽ ക്രോസ് വയർ കറക്റ്റ് വന്ന പോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വെർനിയർ 1 വെർനിയർ 2 MSRഉം VSRഉം എഴുതുക. അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ എഴുതുക. ഇത് ഇത്രയും കൂടി ഇങ്ങോട്ട് നീങ്ങും. വയലറ്റ് ഇടണമെങ്കിൽ തുള്ളി കൂടി ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ബ്ലൂ, അടുത്തത് അങ്ങനെ എല്ലാ കളറിൻ്റെ എടുക്കുക. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ എഴുതുക. എന്നിട്ട് അതിന് ശേഷം എല്ലാത്തിൻ്റെ എടുത്ത് കഴിയുമ്പോൾ പ്രിസം എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് പഴയ ഇതിൽ ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് റീഡിങ് എടുക്കുക. ഡയറക്റ്റ് റീഡിങ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ MSR VSR എടുത്തെടുക്കാം. അത് വെച്ച് ഡിഫറൻസ് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടെത്താൻ പറ്റും, മ്യൂ കണ്ടെത്താൻ പറ്റും. മറ്റേതിൻ്റെ ഏതാണ്ട് നമ്മൾ പഴയ ഇത് ചെയ്തില്ലേ, അതേപോലെ തന്നെ 60യുടെ അടുത്താക്കിയിട്ട് കിട്ടുന്നത് നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം 60യുടെ അടുത്ത് കിട്ടും. അത്രേ ഉള്ളൂ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ്.